നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാണ്. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് 9 പാമ്പ് കടിയേറ്റ സംഭവങ്ങൾ. ചൂട് കൂടിയതോടെ പാമ്പുകൾ മാളം വിട്ട് പുറത്തേക്കിറങ്ങിയതിന്റെ ആശങ്കയിലാണ് ജനങ്ങൾ. ഒന്ന് എണ്ണ എടുത്തോട്ടെ. 1 2 3 4 5 ഒരെണ്ണം തേടി കാണും. ആ ഉള്ളതിനെ കൊണ്ട് പോകാം. കൈമളശ്ശേരിയിൽ പാമ്പുകടി ഏൽക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ഒരു കൊച്ചുകുട്ടി. വീടിനോട് ചേർന്ന് കളിക്കുന്നതിനിടെയാണ് പാമ്പ് കുട്ടിക്കടുത്തേക്ക് ഇഴഞ്ഞെത്തിയത്. പാമ്പ് കടിയേൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു. ഇന്ന് വിവിധ ജില്ലകളിലായി 12 പേർക്കാണ് വിഷപ്പാമ്പിന്റെ കടിയേറ്റത്. വ്യത്യസ്തമായ ഒരു പാമ്പ് വാർത്തയാണ്. കാസർഗോഡ് അടൂരിൽ വീട്ടിലെ മേശവലിപ്പിൽ സ്വർണ്ണ മോതിരമിട്ട ഒരു ചേര. പൊന്മകൾ വന്നാൽ പൊൽക്കോടി തന്താൽ പിന്നീട് ചേരയുടെ വാൽഭാഗമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ പാമ്പാണെന്ന് വിചാരിച്ച് വീട്ടുകാരെ വിവരം അറിയിച്ചു. വീട്ടുകാർ വനംവകുപ്പിന്റെയുമായി ബന്ധപ്പെട്ട വളണ്ടിയർമാരെ അറിയിക്കുകയും പാമ്പിനെ റെസ്ക്യൂ ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് ഇതൊരു ചേരയാണെന്ന് ആദ്യം മനസ്സിലാക്കുന്നത്. തുമ്പിക്കോട്ട് കോണത്ത് നിഷയുടെ വീട്ടിലെ നാടൻ പൂച്ചകളാണ് 1 മണിക്കൂറിനുള്ളിൽ 8 പാമ്പുകളെ പിടിച്ച് സ്റ്റാർ ആയത്. ഒരു പാമ്പായിരുന്നെങ്കിൽ ഞാൻ മാത്രം മതിയായിരുന്നു. ഇതിപ്പോ വീട് മൊത്തം പാമ്പുകളല്ലേ. പാമ്പിന്റെ തലയിൽ കടിച്ചുകുടഞ്ഞ് മുറ്റത്തേക്ക് കയറി വരുന്ന തള്ളപ്പൂച്ചയാണ് നിഷ ആദ്യം കണ്ടത്. പിന്നാലെ നോക്കുമ്പോൾ 2 കുഞ്ഞൻ പൂച്ചകളും പാമ്പുകളുമായി കയറി വന്നു. ഇതൊക്കെ എന്ത്? സോറി മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. നോ സോറി, ഞാൻ സമ്മതിക്കില്ല. അല്ലേ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് കുറെ നേരം സംസാരിക്കാൻ. നിങ്ങൾ മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്തോളൂ. ഓ നോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവും. ബട്ട് ദി ടൈം ഈസ് ഓവർ. ഐ ആം സോറി. കഴിഞ്ഞു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ.